ഹലോ. പിന്നെ ബഹുമാനികളെ, ഞാനൊരു മന്ത്രിസം അവതരിപ്പിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് തൊഴൂക്കര, തലക്കശ്ശേരി തൊഴൂക്കര ഗ്രാമി എന്ന പാർക്കിലാണുള്ളത്. അപ്പൊ നല്ലൊരു കുറച്ച് ആളുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു മന്ത്രിസം ചെയ്യണമെന്ന്. ഞാൻ ഈ വേദിയിൽ നിന്ന് രണ്ടാളെ ക്ഷണിക്കുകയാണ്. ആരെങ്കിലും രണ്ടാൾ വരുമോ? ഒന്ന് വന്നാൽ രണ്ടുപേരൊന്ന് വരാമോ? വേഗം വരും, നമുക്ക് പരിപാടി അവതരിപ്പിക്കാം. ആ, അപ്പൊ ഇവര് രണ്ടുപേര് നമ്മളിപ്പുറത്ത് കിട്ടിയതാണ്. ഇവിടെ വന്നപ്പോ കണ്ടപ്പോ രണ്ടുപേരിനെ നമ്മൾ കണ്ടതാ. ഈ രണ്ടുപേരുടെ മനസ്സ് ഒന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് അവര് സ്നേഹമുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാ രണ്ടുപേരുടെ മനസ്സ്. അപ്പൊ അത് നമുക്ക് നോക്കാം. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം. ഒരാൾ അങ്ങോട്ടും ഒരാൾ അങ്ങോട്ടും. അല്ല, ചാരി ഒന്നുകൂടി കേട്ടോ. രണ്ടുപേരും നിന്നിട്ട് ഇവരെ മനസ്സ് ഒന്നാക്കുക എന്നുള്ള. ഞാൻ രണ്ട് പുസ്തകം കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും. ഒരു പുസ്തകം, ഒരു പേന്. എല്ലാം ശ്രദ്ധിക്കട്ടാ. രണ്ടുപേർക്കും ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ ഇവരുടെ മനസ്സ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. ഇത് എല്ലാവരും നോക്കി ഇത് വായിച്ചു നോക്കണം. പലതും ഇതിന്റെ പുസ്തകത്തിൽ നോക്കൂ. പല പല സിനിമാ നടന്മാരുടെ പേരുകളാവും അല്ലെ? ഒക്കെ പലതും അല്ലേ? അല്ലേ? നോക്കാവോ? പലതും അല്ലേ? കണ്ടില്ല നിങ്ങള്? കണ്ടു. ഇതിൽ പല പല പേരുകളാണ് അല്ലേ? നോക്കിക്കോളൂ. പലതുമാണ്. വായിക്കുന്നുണ്ടോ? നോക്കുവാണോ? പലതുമാണ്. ഇനി ഞാൻ ഇവരുടേക്ക് കൊടുക്കാൻ പറ്റും മനസ്സ് എന്താണ് ഒന്നാകാതെ എന്നുള്ളത് നോക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പേജ് നിങ്ങൾക്ക് മറിക്കാം. ഒറ്റ പേജ് ഇങ്ങനെ പറിക്കാം. എന്നിട്ട് അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ എഴുതാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. അപ്പൊ അത് കണ്ടു. ഞാൻ രണ്ടാമത്തെ ആളെ ഇത് കൊടുക്കുകയാണ്. ഒറ്റ പേജ് മറിക്കുക. എവിടെ വേണമെങ്കിൽ ഒറ്റ പേജ്. ആ, നിങ്ങൾ കണ്ടാൽ മനസ്സിൽ വെച്ചാൽ മതി. എഴുതിക്കോളൂ. എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞാൽ രണ്ടുപേരും തിരിഞ്ഞു നിൽക്കുക ഫ്രണ്ടിലേക്ക്. കാണിക്കരുത്. എഴുതിയോ? മോൾ എന്താ എഴുതിയെന്ന് പറയാവോ? ബിജു മേനോ. നിങ്ങൾ എന്താ എഴുതിയെന്ന് പറയും? കണ്ട, ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ നിൽക്കും. ആർക്കും വേണമെങ്കിൽ നോക്കാം. 1 2 3 4 5. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കത്. ആർക്ക്? ഇതിങ്ങനെ നിൽക്കണോ? ഇങ്ങനെ നിൽക്കണോ? ഞാൻ പറഞ്ഞോട്ട് നിൽക്കണോ? അപ്പൊ ഇത് നിങ്ങളെ നിങ്ങള് ഇങ്ങനെ നിങ്ങൾ നിൽക്കണ്ട. അപ്പൊ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം? ഇയാളാണ് ചെയ്യുന്നത്. നല്ല നോക്കണം. ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെ വിടാൻ പാടില്ല. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞോട്ട് ഇങ്ങനെ നിൽക്കണം. പറഞ്ഞോട്ടിട്ടാ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ല, മൂപ്പർ കാട്ടിയ വേറെ മോഡല്, ഞാൻ കാട്ടുന്ന വേറെ മോഡല്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇനി ആർക്കും വേണോ? ആക്കണോ? നിങ്ങൾ നിർത്തണോ? നിർത്താൻ പറ്റുമോ? എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇനി ആർക്കെങ്കിലും വേണോ? ഇന്ത്യക്ക് വേണോ?
ഇങ്ങനെ ആക്കുവോ? ഇല്ല. പിന്നെ അപ്പൊ ഇനി അടുത്തൊരു പരിപാടി ചെയ്യാം. നോക്കിക്കോള്, രണ്ടു ഭാഗം നോക്കിക്കോള്. കണ്ടില്ലേ? 100ന്റെ നോട്ട്. ഇത് ഞാൻ 200ന്റെ നോട്ടാക്കാൻ പറ്റും. നമുക്ക് എവിടെയും പോയാലൊക്കെ കാശില്ലാത്ത സുഖം വളരെ സിമ്പിൾ ആയിട്ട് അത് 200ന്റെ നോട്ടാക്കാൻ പറ്റും. ഒന്നും കാണിക്കുന്നില്ല, കാണാം. ഇത് നമുക്ക് 200ന്റെ നോട്ട്. ഇതാ രണ്ടു പേർ നോക്കിക്കോളൂ. 200ന്റെ നോട്ട്. ഇത് ഇത് ഇത്രേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എവിടെ പോയാലും ഹോട്ടലൊക്കെ പോയാൽ നമുക്ക് 200 ആക്കാൻ പറ്റും. അങ്ങനെ ഓക്കെ. അപ്പൊ 200 രൂപയാണ് വെച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ കാശ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ പറയാം. ആ കണ്ട 200. റിയാലാണ്, ഖത്തർ റിയാൽ. കണ്ടോ? അടുത്ത് ഇഞ്ഞുണ്ടാക്കണ. അപ്പൊ ഇതിങ്ങനെ ഈ നോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. നമ്മളിങ്ങനെ ഓരോ നോട്ടുകൾ ഇങ്ങനെ വലിക്കുമ്പോഴാണ് അതിന്റെ സംഭവം വരിക. നോക്കിക്കോളൂ, ആണോ? ഇത് ഇന്ത്യന്റെ പൈസയാണ്. ആ നമുക്ക് എണ്ണ ഒരു പൈസ ഇല്ല, അങ്ങനെ എണ്ണയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇഞ്ഞുണ്ടാക്കാം. കാണാം, ഇതും ഖത്തർ റിയാലാ. ഖത്തർ റിയാൽ. ഇതാ ചുരുട്ടിയിട്ട് വരുമല്ലോ. അങ്ങനെ ഇതിന്ന് എടുക്കണ്ടേ? ഞാൻ ഇതിനുള്ളിൽ ഒന്നും ഇല്ലാതെ എല്ലാ നോട്ടും ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇതാ ഇനി നീട്ടി പിടിക്ക, അതൊക്കെ ചെയ്യാം. ഇതാ കണ്ടോ 200ന്റെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും ഒന്ന് എണ്ണട്ടോ, ഇത് ഇതിന്റെ ഉള്ളിലുണ്ടോ നോക്കി നോക്കാൻ വന്നിട്ട്. ആർക്കും വേണമെങ്കിൽ ഇത് വരാം, സ്റ്റേജിലേക്ക് വരാം, എന്നിട്ട് നോക്കാം. ഞാൻ ഇപ്പൊ എന്തെങ്കിലും മാന്തി എടുക്കുന്നതോട് മാത്രമേ ഉള്ളൂ. ആ 50ന്റെ തൊട്ട്. ഇത് നിങ്ങൾ എണ്ണിക്കോളൂ. ഇതാ ഇനി നോക്കിക്കോളൂ. ഇനി വേണോ? ഇതാ ഇത് റിയാലാണോ? ഖത്തർ റിയാല്. ഇതാ ഇനി വേണമെങ്കിൽ എണ്ണിക്കോളൂ. ഇതാ കാണോ? ഇതിപ്പോ നോട്ട് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എവിടുന്ന വരുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വന്നിട്ട് എണ്ണെടുത്തോളൂ. ഒരാൾ വേണമെങ്കിൽ ധൈര്യത്തിൽ കയറി വന്നോളൂ. ഇതാ ഏത് ഇതാന്ന്? ഇതാ ഇതാ ഇനി വേണോ? അത് ശരി. ഇതാ കണ്ടോ 200. ഇതാ ഇങ്ങനെ വേണമെങ്കിൽ വന്ന് എണ്ണിക്കോളൂ. നിങ്ങളെ ആർക്കെങ്കിലും തന്ന് എണ്ണിക്കോളൂ. ആർക്കും വേണ്ടോ? എണ്ണിക്കോളൂ. ഒന്ന് ഷാഫി ഒന്ന് എണ്ണിക്കോ മോനെ. വിളിക്കണ്ട, നിങ്ങൾ നോക്കിക്കോളൂ. എവിടുന്ന വരുന്നത് ഇപ്പത്തുണ്ടാവില്ലേ? സംഭവം കേട്ടാ. ണ്ടോ 10ന്റെ 100ന്റെ ഇടയിൽ നമ്പർ പറയാം. 40 അവള് പറഞ്ഞത്. ഞാൻ ഒന്നും അടിക്കണില്ല. ആദ്യത്തേത് അതല്ല. മേലെല്ലാം അടിച്ചേച്ചി. അപ്പളൊന്ന് അടിയത്തടിക്കും. ആ അതാണ്. അടിച്ചാ എടുക്കണില്ലേ? ആ എടുക്ക. അപ്പൊ അത് നമ്മള് കേൾക്കും. നമ്മള് ഫുഡൊക്കെ കഴിച്ചാല് നമ്മള് കഴിക്കില്ലേ ഹോട്ടലിൽ കയറിയാല്? ഒന്ന് ശ്രദ്ധിക്കേ. അപ്പൊ അത് എന്താന്നുള്ളതൊന്ന് ഞാൻ പറയട്ടെ. പെപ്സിയാണോ? നിങ്ങളെ നോക്കി അത് ക്യാമറയിൽ കാണിച്ചു കൊടുക്കണ്ട. ഇതുണ്ടോ? ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു നോക്കി. ആ
ക്യാമറ കാണിച്ചു കൊടുക്കുക. ശരിയല്ലേ? അപ്പൊ ഇതിൽ കുറച്ച് കാർഡ് ഉണ്ട് എന്റെ കയ്യിൽ. ഇതിലൊക്കെ പല പല കാർഡുകളാണ് അല്ലേ? ഇതിൽ നിന്ന് ഞാൻ കാർഡ് എടുക്കാൻ പറയാണ് അവളോട്. ഇഷ്ടമുള്ള കാർഡ് എടുത്തോളൂ. കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും. ഏതാ എടുത്ത്? ഈ കാർഡ് എടുക്കരുത് നിങ്ങൾ. ഇത് അതിൽ വെക്കാണോ? വേറെ വേറെ കാണിച്ചു. ഏ, ഇത് എടുക്കരുത് ഞാൻ പറഞ്ഞില്ല. ഇതിൽ പല കാർഡും ഇല്ലേ കാണാവോ? ആ ഒക്കെ രണ്ടായിക്കോട്ടെ. ആ ഇത് ഏതുണ്ട്? ഇത് എടുക്കല്ലേ നിങ്ങൾ. ഞാൻ പല വട്ടം അപ്പൊ എടുക്കാൻ കഴിയും. ഇതിന്റെ എടുക്കാൻ വേറെ എടുത്തോളൂ. വേറെ എടുത്തോ. ഇത് കാണിച്ചു കൊടുക്കും. ഇത് ഇത് നമ്മളൊന്നും ശരിയാവില്ല. പല കാർഡുകളാണ്. ഏത് കാർഡ് എടുക്കാണോ? ഇതില് പല പല കാർഡുകളാ. ഓൾക്കാതേ കിട്ടണുള്ളൂ. കണ്ട? ഇതാണോ?